അപ്പോൾ ഗൈസ് ഇന്ന് ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ, ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കൂടുതലും ബാച്ചിലേഴ്സിനായിരിക്കും ഇത് ഉപകാരപ്പെടുന്നത്. വലിയവർക്കൊക്കെ പിന്നെ അറിയുന്നതായിരിക്കും പുട്ട്. പക്ഷേ ഇതൊരു സാധാരണ പുട്ടിൽ നിന്ന് ഒരു വെറൈറ്റി പുട്ടാണ്. നമുക്ക് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് തന്നായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ഷെഫ് സജിൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ പുട്ടുപൊടി അജ്മിയുടെ പുട്ടുപൊടി ആട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പുട്ടുപൊടി കേട്ടോ. അപ്പോൾ ഞാനത് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം പുട്ടാക്കാനുള്ള കുക്കറിൽ ഞാൻ വെള്ളമൊക്കെ വെച്ച് തിളപ്പിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് 1 ഗ്ലാസ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് പൊടിയുടെ പുട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ചെറിയൊരു ഇളം ചൂട് വെള്ളം എടുക്കുകയാണെങ്കിൽ നല്ലത് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ആ വെള്ളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയെല്ലാം ചരണ്ടി റെഡിയാക്കട്ടെ കേട്ടോ. പുട്ടിന് എപ്പോഴും കുറച്ച് തേങ്ങ മുമ്പോട്ട് വെക്കുകയാണെങ്കിൽ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ പൊടിക്കകത്തോട്ട് കുറച്ച് നമ്മൾ ചിരകിയ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് കറക്റ്റ് നനവായിരിക്കണം കേട്ടോ. പൊടി ഒത്തിരി നനയാനും പാടില്ല, എന്നാൽ ഒത്തിരി ഡ്രൈ ആക്കാനും പാടില്ല. ഒത്തിരി ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഒരു പരുവത്തിന് കണ്ടോ നന്നായിട്ട് നനയണം. ഇനി നമ്മൾ ഈ പുട്ടുപൊടി ഒന്ന് നനച്ചിട്ട് കുറച്ച് സമയം ഒന്ന് റെസ്റ്റിന് വെച്ചിട്ട് പുട്ടാക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പഴം ഒന്ന് പൊളിച്ച് അതൊന്ന് കട്ട് ചെയ്ത് പീസാക്കി എടുക്കണേ. ഒത്തിരി ഫൈനായിട്ടുള്ള ചുവപ്പാക്കണ്ട, നമ്മൾ അത്യാവശ്യം വലുപ്പം ഒരു കടിക്കാനുള്ള പരുവത്തിനുള്ള ചുവപ്പാക്കി എടുക്കാം നമുക്ക്. പഴം കണ്ടോ ഈ ഒരു പരുവത്തിന്. ഒത്തിരി അങ്ങോട്ട് അളിഞ്ഞ പഴത്തിനേക്കാട്ടിലും നല്ലത് അത്യാവശ്യം എന്നാൽ ഇച്ചിരി മധുരവും വേണം. അപ്പോൾ ആവശ്യത്തിന് പഴുപ്പ് നോക്കി എടുക്കണം കേട്ടോ. ഒത്തിരി പഴുത്തതല്ലേ, ഒത്തിരി പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല നമുക്ക് പുട്ടിനകത്ത് ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയ്ക്കകത്തോട്ട് കുറച്ചിട്ട് കൊടുക്കാവേ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ബാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം നമുക്ക് പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതല്ല നമ്മൾ തേങ്ങയ്ക്കകത്ത് മാത്രം ഇട്ടാലും കുഴപ്പമില്ല. പൊടിക്കകത്തോട്ട് ഇടുവാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ പുട്ടിനകത്ത് മൊത്തത്തിലായിട്ട് നമുക്ക് പഴം ഉണ്ടാകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുമേ. ഇനിയിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പുട്ട് കുറ്റി നീളത്തിലുള്ളതല്ല, ഞാനിങ്ങനെ എടുത്തിട്ട് ചിരട്ടപ്പുട്ട് രൂപത്തിലുള്ള ആ ഒരു സംഭവത്തിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കണം. പഴവും തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാവേ. കണ്ടോ ഒത്തിരി അങ്ങോട്ട് ഉറപ്പിക്കണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് നിരത്തിയിട്ടതാട്ടോ. ഇനി നമുക്ക് സെൻട്രലായിട്ട് കുറച്ച് ഫില്ലിങ്സ് കൂടെ ഇട്ട് കൊടുക്കാവേ, തേങ്ങയും പഴവും കൂടെ. ഇനി നമുക്ക് മുകളിലോട്ട് ബാക്കിയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം പൊടിയെ. ഇനി അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കുറച്ചുകൂടെ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാവേ, പഴവും തേങ്ങയും കൂടെ. ഇനി നമുക്ക് അതൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെക്കാവേ. ആവി കയറി ഒരു 5 മിനിറ്റ് വെന്താൽ മതിയാകും കേട്ടോ. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടായിരിക്കും. അപ്പോൾ നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ നല്ല ആവിയെല്ലാം പറഞ്ഞ് നല്ല അടിപൊളി പുട്ട് കണ്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിനകത്തോട്ട് തട്ടിയിട്ടുണ്ട്. നോക്കി എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതിൽ മറ്റേ പുട്ട് കുറ്റിയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നീളത്തിലാക്കുള്ള പുട്ടാക്കുവാണെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കുമേ കേട്ടോ നമ്മുടെ. അപ്പോൾ ഞാൻ രണ്ടാമത്തെയും കൂടെ ഞാൻ പുട്ട് റെഡിയാക്കി എടുക്കട്ടെ. നമ്മൾ ആദ്യം ചെയ്ത കണക്ക് തന്നെ ആദ്യം പഴവും കോക്കനട്ട്, പിന്നെ പൊടിയിടുക, പിന്നെ വീണ്ടും പഴവും കോക്കനട്ടും ഇടുക, പിന്നെ ലാസ്റ്റ് ഒന്നുകൂടെ പൊടിയിട്ട് കൊടുക്കുക. നമുക്ക് വേറെ കറികളോ കാര്യങ്ങളോ ഒന്നും വേണ്ട കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുട്ട് കഴിക്കാൻ വേണ്ടി ആ പഴം തന്നെ ഇട്ട് കുഴച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് ഉരുട്ടി അങ്ങോട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു വേറെ ലെവൽ തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ.
അപ്പോൾ ഗൈസ് നമ്മുടെ പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കേട്ടോ, ഇങ്ങനെ ചെയ്തതിനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെപ്പോഴും പുട്ട്, പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയത്, ഒരു എഗ്ഗ് പുഴുങ്ങിയത്, ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറെ സെപ്പറേറ്റ് പഴം പുഴുങ്ങാനൊന്നും പോകണ്ട. ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന്, പുട്ടിനകത്ത് തന്നെ ഓൾറെഡി ഇരുന്ന് ബോയിലായിട്ട് നല്ല ടേസ്റ്റാണ്. തിന്നുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. രാവിലെ എല്ലാം സിമ്പിളായിട്ട് പുട്ട് റെഡിയാക്കാൻ പറ്റിയൊരു പുട്ടും പഴവും. പിന്നെ ഇതിൻ്റെ കൂടെ വേണേൽ ചെറുപഴം കൂടെ കൂട്ടി കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇപ്പം എന്നാ പഠിക്കാൻ പോവുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഈ പുറത്തുനിന്ന് തന്നെ കഴിക്കാതെ, പിന്നെ വീട്ടിൽ തന്നെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അങ്ങനെ ഉണ്ടാക്കി കഴിക്കേണ്ട സാഹചര്യം ഉള്ളവരുണ്ടല്ലോ. ഇപ്പം റൂമിലൊക്കെ നിൽക്കുന്നവരൊക്കെ അങ്ങനെ ഇപ്പോൾ എപ്പോഴും പുറത്തുനിന്ന് തന്നെ കഴിക്കുന്നവരുണ്ടല്ലോ. അങ്ങനെയുള്ളവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതുപോണക്കുള്ള കിഡിലെ റെസിപ്പിയുടെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ്സ് മീ സജിൻ സൈനിങ് ഓഫ്. താങ്ക് യു.